കൊല്ലം ജില്ലയിൽ നിന്ന് 3 പേർ മന്ത്രിസഭയിലെത്താൻ സാധ്യത. പി.സി. വിഷ്ണുനാഥ്, ഷിബു ബേബി ജോൺ എന്നിവർ സ്ഥാനങ്ങൾ ഉറപ്പിക്കുമ്പോൾ വനിതാ പ്രാതിനിധ്യം ബിന്ദു കൃഷ്ണയും മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ ജ്യോതികുമാർ ചാമക്കാലയുടെ സാധ്യതയും തള്ളിക്കളയാനാകില്ല. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളിൽ കോൺഗ്രസിന് 5 എംഎൽഎമാർ. മന്ത്രിസഭയിലും ആനുപാതിക പ്രാതിനിധ്യം ജില്ലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഘടകകക്ഷിയിൽ നിന്ന് RSP പ്രതിനിധിയായി ഷിബു ബേബി ജോൺ മന്ത്രിസഭയിലെത്തും. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്നു. 3ാം തവണയാണ് നിയമസഭയിലേക്ക് ഷിബു ബേബി ജോൺ എത്തുന്നത്. RSP സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഷിബു ബേബി ജോൺ 18,573 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചവറയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. കുണ്ട്രയിൽ 32,564 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട P.C. വിഷ്ണുനാഥും മന്ത്രിസ്ഥാനം ഉറപ്പ്. 2006-ലും 2011-ലും ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ച വിഷ്ണുനാഥ് നിയമസഭയിലേക്ക് എത്തുന്നത് 4ാം തവണ. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ വിഷ്ണുനാഥിന് KC പക്ഷക്കാരനായതുകൊണ്ട് തന്നെ സുപ്രധാന വകുപ്പ് ലഭിക്കുമെന്ന് ഉറപ്പാണ്. കൊല്ലത്ത് നിന്ന് വിജയിച്ച KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയും മന്ത്രിസ്ഥാനത്തിന് ശ്രമം തുടങ്ങി. മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷയെ മന്ത്രിയാക്കിയാൽ ഒരേ സമയം വനിതാ ഈഴവ പ്രാതിനിധ്യം എന്നതും സാധ്യമാകും. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ജ്യോതികുമാർ ചാമക്കാലയും പ്രതീക്ഷ കൈവിടുന്നില്ല. കരുനാഗപ്പള്ളിയിൽ 2ാം തവണയും വിജയിച്ചെങ്കിലും CR മഹേശന് മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല. KC ആണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നതെങ്കിൽ ഇഷ്ടക്കാർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പ്. കൊല്ലത്തെ MLA മാരിൽ BD പക്ഷക്കാരില്ല. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.